ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അധികവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാറുള്ളത്. അതിന് കാരണം പി എസ് സിയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഒരേ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരേ മാസത്തിലോ നടക്കുന്ന എക്സാമുകളിൽ ചില ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചില ഏരിയയോ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ആ കാര്യമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ കീ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനൽ കീ വരാൻ ലേറ്റ് ആവും. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. ചിലത് പ്രൊഫഷണൽ കീ വെച്ച് ചെയ്തു പോകാറുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ക്രോസ് ചെക്ക് ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ ചില ആഴ്ചകളിൽ പി എസ് സി ജനറലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന എക്സാംസ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ചെയ്യാം. 2026 ജൂലൈ 4 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്? ആൻസർ വരിക ഗൗരി പാർവതിബായ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതിബായ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ആൻസർ വരിക ഔദ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഔദിനെയാണ്. മൂന്നാമത്തെ ചോദ്യം, 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ആൻസർ മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ സമരദിനത്തിന് ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത്? ആൻസർ വാഗ്ഭടാനന്ദൻ. ശിവയോഗ വിലാസം എന്ന മാസിക വാഗ്ഭടാനന്ദൻ. 6. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ആൻസർ ലാഹോർ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ. 7. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ഒരു ദിവസം ഒരു ഉയർന്ന വേലിയേറ്റവും ഒരു താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉണ്ടാകൂ എന്നതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. 2. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്രവേലിയേറ്റം എന്ന് വിളിക്കുന്നു. 3. ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. 4. ഒരു ദിവസം 3 ഉയർന്ന വേലിയേറ്റവും 3 താഴ്ന്ന വേലിയേറ്റവും മാത്രമേ ഉള്ളൂ എന്നതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആൻസർ പ്രസ്താവന 2 മാത്രം ശരിയാണ് എന്നാണ് കൊടുത്തത്. പക്ഷേ മിശ്രവേലി എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ ഉയരത്തിൽ വ്യത്യസ്തമായ 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പ്രസ്താവന 3, ഒരു ദിവസം 2 ഉയർന്ന വേലിയേറ്റവും 2 താഴ്ന്ന വേലിയേറ്റവും മാത്രമുള്ളതിനെ മിശ്രവേലി എന്ന് വിളിക്കുന്നു എന്നതും ശരിയാണ്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടാം. 8. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷ് ആണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. 9. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ആൻസർ വരെ ജൂൺ സെപ്റ്റംബർ ആണ്. ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ജൂൺ സെപ്റ്റംബർ. 10. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. 2. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഗാദർ എന്ന് വിളിക്കുന്നു. 3. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബങ്കർ എന്ന് വിളിക്കുന്നു. 4. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തറായി ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഇപ്പൊ ആൻസർ 1ഉം 4ഉം ശരിയാണ്. അതായത് ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തറായി ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ഗാദർ എന്ന് വിളിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ഗാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപമാണ്. അതുപോലെ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അതിന്റെ ശരിയായ ഉത്തരാണ് നാലാമത്തെ പ്രസ്താവന, പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തറായി ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ SCERT ജോഗ്രഫി പാഠഭാഗത്തു നിന്നാണ്. 11. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ആൻസർ ദോഡാബെട്ട. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ദോഡാബെട്ട. 12. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ആൻസർ വരിക ആറളം വന്യജീവി സങ്കേതം. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ആറളം. 13. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ വരിക വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം.
നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഗുള്ളർ. നിലവിലെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിധി ചിബ്ബർ ആണ്. അതിനു മുമ്പ് BVR സുബ്രഹ്മണ്യൻ ആയിരുന്നു. 16 ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ദാദാഭായ് നവറോജി. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജി. 17 ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ആൻസർ ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്നതാണ് ആഗോളവൽക്കരണം. 18 സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആൻസർ RBI ഡാറ്റ. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് RBI ഡാറ്റ. 19 ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 ഒറ്റ പൗരത്വം മാത്രമേയുള്ളൂ. 2 ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. 3 ഭരണഘടനയുടെ 4 ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ പൗരത്വത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം. അതായത് ഒറ്റ പൗരത്വം മാത്രമേയുള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. മൂന്നാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ ഭാഗം 4-ലല്ല 2-ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 20 രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? 1 ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. 2 ഭരണഘടനയുടെ 30 മുതൽ 46 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. 3 ഭരണഘടനയുടെ 35 മുതൽ 53 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. 4 ഭരണഘടനയുടെ 39 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരമാണ് ആൻസർ വരിക 1ആണ്. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. 21 ലിസ്റ്റ് 1ന് ലിസ്റ്റ് 2മായി യോജിപ്പിക്കാനാണ്. ലിസ്റ്റ് 1 ഭരണഘടനയിലെ ലിസ്റ്റുകളും ലിസ്റ്റ് 2 വിഷയങ്ങളും. അതിൽ A കേന്ദ്ര ലിസ്റ്റ്, 1 തുറമുഖങ്ങൾ, B സംസ്ഥാന ലിസ്റ്റ്, 2 മായം ചേർക്കൽ, C സംയുക്ത ലിസ്റ്റ്, 3 കന്നുകാലി പരിപാലനം. അപ്പോൾ ഇത് യോജിപ്പിക്കാനാണ് പറഞ്ഞത്. ആൻസർ വരെ A1 കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങൾ, B3 സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം, C2 സംയുക്ത ലിസ്റ്റ് മായം ചേർക്കൽ. ഒന്നുകൂടെ പറയാം, കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങൾ, സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം, സംയുക്ത ലിസ്റ്റ് മായം ചേർക്കൽ. 22 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. 1 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. 2 നിലവിൽ അനുച്ഛേദം 300(b)യിൽ ഉൾപ്പെടുന്നതാണ് സ്വത്തവകാശം. 3 അനുച്ഛേദം 22(4)ന് മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 4 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 2 മാത്രം. അതായത് നിലവിൽ അനുച്ഛേദം 300(b)യിൽ ഉൾപ്പെടുന്നതാണ് സ്വത്തവകാശം എന്നുള്ളത് തെറ്റാണ്. അനുച്ഛേദം 300(a)യിലാണ് സ്വത്തവകാശം ഉൾപ്പെടുന്നത്. 23 ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ A ഗ്രാമപഞ്ചായത്ത്, B ബ്ലോക്ക് പഞ്ചായത്ത്, C ജില്ലാ കൗൺസിൽ, D ജില്ലാ പഞ്ചായത്ത്. ആൻസർ വരെ ജില്ലാ കൗൺസിൽ. 24 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവ? ആൻസർ വരെ അനുച്ഛേദം 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ അനുച്ഛേദം 29 മുതൽ 30 വരെ. 25 ശരിയല്ലാത്ത പ്രസ്താവന ഏത്? A ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. B 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. C സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് നടന്നു. D ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ A ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ളത് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. 26 ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? 1 ഇന്ത്യൻ പോലീസ് സർവീസ്, 2 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, 3 ഇന്ത്യൻ റെയിൽവേ സർവീസ്, 4 ഇന്ത്യൻ റവന്യൂ സർവീസ്. കേന്ദ്ര സർവീസുകളാണ് ചോദിച്ചത്. ആൻസർ വരെ 3ഉം 4ഉം ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസും. 27 ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരല്ല? 1 N ഗോപാലസ്വാമി, 2 ഗ്യാനേഷ് കുമാർ, 3 TN ശേഷൻ, 4 സുകുമാർ സെൻ. 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ വരാം 2 മാത്രം, അതായത് ഗ്യാനേഷ് കുമാർ. 28 കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? 1 1990-ലെ കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 2 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. 3 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്.
4 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 2 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. 3 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. 4 കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. 29 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? 1. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. 2. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. 3. സുരക്ഷിത കേരളം എന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക 1 മാത്രം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സുരക്ഷിത കേരളം എന്നല്ല കരുതലോടെ മുന്നോട്ട് എന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. 30 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. 2. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക 1 മാത്രം. അതായത് 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് സംസ്ഥാനതല സമിതിയുടെ രൂപീകരണത്തെയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത തണ്ണീർത്തട ചട്ടങ്ങൾ 2017 വകുപ്പ് 5(1) പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്. 31 കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏവ? 1. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് കെ സ്മാർട്ട്. 2. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം. 3. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ലുസെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. അപ്പം ഇതിലെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഇവിടെ ആൻസറായി കൊടുത്തിരിക്കുന്നത് പ്രസ്താവനകൾ 1ഉം 2ഉം മാത്രം തെറ്റാണെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന, കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. രണ്ടാമത്തെ പ്രസ്താവന, ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് ഓട്ടിസം, സെറിബ്രൽ പാൾസി മുതലായ രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ അമ്മമാർക്ക് സ്ഥിരമായ ഉപജീവനമാർഗം കണ്ടെത്താനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹയാനം. ഇനി മൂന്നാമത്തെ പ്രസ്താവന പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ലുസെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. 32 മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏത്? 1. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റുകളാണ്. 2. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുക്കളാണ് മെലാനിൻ. 3. കണ്ണിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. 4. വാഗസ് നാഡി ഒരു സുഷുമ്നാ നാഡിക്ക് ഉദാഹരണമാണ്. ആൻസർ വരിക 2 മാത്രമാണ്. പ്രസ്താവന 2 മാത്രമാണ് ശരിയായ പ്രസ്താവന. അതായത് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ എന്നുള്ളത് ശരിയാണ്. ഇനി പ്രസ്താവന 1, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. പ്രസ്താവന 3, കണ്ണിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് സീലിയറി പേശികളാണ്. നാലാമത്തെ പ്രസ്താവന, വാഗസ് നാഡി ഒരു ശിരോനാഡിക്ക് ഉദാഹരണമാണ്. 33 ജോഡി ചേർക്കാനാണ്. ശരിയായ ജോഡി ഏതാണെന്നാണ്. A. കുഷ്ഠരോഗം, അതിൻ്റെ നേരെ 1 വിരകൾ. B. അത്ലറ്റ്സ് ഫുട്ട്, 2 വൈറസ്. C. മീസിൽസ്, 3 ഫംഗസ്. D. മന്ദരോഗം, 4 ബാക്ടീരിയ. ശരിയായി യോജിപ്പിക്കാനാണ്. ആൻസർ വരിക A. 4, അതായത് കുഷ്ഠരോഗം ബാക്ടീരിയ. B. 3 അത്ലറ്റ്സ് ഫുട്ട് ഫംഗസ്. C. 2 മീസിൽസ് വൈറസ്. D. 1 മന്ദരോഗം വിരകൾ. ഒന്നുകൂടെ പറയാം, കുഷ്ഠരോഗം ബാക്ടീരിയ, അത്ലറ്റ്സ് ഫുട്ട് ഫംഗസ്, മീസിൽസ് വൈറസ്, മന്ദരോഗം വിരകൾ. 34 ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് എന്തിനെല്ലാം ബാധിക്കുമെന്നാണ്. 1. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. 2. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. 3. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. 4. രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് ആൻസർ വരിക എല്ലാ പ്രസ്താവനകളും. അതായത് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു, നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു, പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാക്കുന്നു.
35 രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏത്? ആൻസർ വരെ ബേസോഫിൽ. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ബേസോഫിൽ. 36 ജൈവവൈവിധ്യ നാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 1 സഹവംശനാശം, 2 അന്യദേശ ജീവികളുടെ അധിനിവേശം, 3 അമിത ചൂഷണം, 4 പ്രകൃതി നിർദ്ധാരണം. ജൈവവൈവിധ്യ നാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ആൻസർ വരിക 4 മാത്രം, അതായത് പ്രകൃതി നിർദ്ധാരണം. 37 കേരള സർക്കാരിന്റെ കിടപ്പു രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ്. ആൻസർ വരെ ആശ്വാസകിരണം. കേരള സർക്കാരിന്റെ കിടപ്പു രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതി ആശ്വാസകിരണം. 38 ഫോക്കൽ ദൂരം 5 സെന്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനിയുടെ കോണീയ ആവർത്തനം എത്രയാണ്? ഇവിടെ കോണീയ ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ m = 1 + d/f. d എന്ന് പറയുന്നത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, അതായത് 25 സെന്റിമീറ്റർ. ഇനി f എന്ന് പറയുന്നത് ഫോക്കൽ ദൂരമാണ്, അത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ m = 1 + 25/5 ദാറ്റ്സ് ഈക്വൽ ടു 1 + 5 = 6. ആൻസർ വരെ 6 ആണ്. 39 മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം ഏതാണ്? ആൻസർ വരെ ജലതന്മാത്രകളുടെ കമ്പനം. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം ജലതന്മാത്രകളുടെ കമ്പനം. 40 താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? എ ഉപരിതലങ്ങളുടെ വിസ്തീർണം, ബി ഉപരിതലങ്ങളുടെ സ്വഭാവം, സി വസ്തുവിന്റെ ആകൃതി, ഡി വസ്തുവിന്റെ വേഗം. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ഉപരിതലങ്ങളുടെ സ്വഭാവം. 41 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ആൻസർ വരെ ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹോളുകളുടെ ലയനം വഴിയാണ്. 42 രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ എ കാർബൺ, ബി സൾഫർ, സി ഫോസ്ഫറസ്, ഡി നൈട്രജൻ. രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം. ആൻസർ വരെ നൈട്രജൻ. 43 താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏത്? 1 ഓക്സാലിക് ആസിഡ്, 2 സൾഫ്യൂരിക് ആസിഡ്, 3 ഫോസ്ഫോറിക് ആസിഡ്, 4 കാർബോണിക് ആസിഡ്. ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ വരിക 1, 2, 4 ആണ്. അതായത് ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ് എന്നിവ ത്രിബേസിക അമ്ലം അല്ല. ത്രിബേസിക അമ്ലം എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ അയോണുകൾ, 3 H+ അയോണുകൾ ദാനം ചെയ്യാൻ കഴിവുള്ള ആസിഡാണ് ത്രിബേസിക അമ്ല എന്നറിയപ്പെടുന്നത്. ഇത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. 44 ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം കാണിക്കുന്നു. 2 ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. 3 ലിഥിയത്തിന് ഉയർന്ന അയണീകരണ ഊർജ്ജമുണ്ട്. 4 ലിഥിയത്തിന് ഉയർന്ന വിദ്യുദ്ധ്രുവണത, അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. ഇതിൽ ശരിയായ ഉത്തരമാണ് ചോദിച്ചത്. ആൻസർ വരെ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണ ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ലിഥിയത്തിന് ഉയർന്ന അയണീകരണ ഊർജ്ജമുണ്ട്. 45 തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. എ അന്തരീക്ഷവായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു. ബി വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു. സി പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നു. ഡി ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. 46 താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 1 കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 2 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. 3 കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായിരുന്ന വള്ളാട്ടിരിയായിരുന്നു. 4 തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര രാജവംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായ വെള്ളാട്ടിരിയായിരുന്നു. തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. 47 മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിക്കുന്നത്? ആൻസർ വരിക നിരമിത്രൻ. 48 യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്നു നിൽക്കാത്ത പ്രസ്താവന ഏത്? 1 യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേരുകൂടിയുണ്ട്. ബലയാട്ടം അല്ല, ബയലാട്ടമാണ്. 2 ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. 3 കാസർഗോഡ് ജില്ലയിൽ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട്. 4 പാർത്തി സുബ്ബയ്യയാണ് യക്ഷഗാനത്തിന്റെ പിതാവ്.
അപ്പോൾ യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ആൻസറായി കൊടുത്തിരിക്കുന്നത് 2 മാത്രമാണ്. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. യക്ഷഗാനം ഒരു നാടോടി കലാരൂപമാണ്. 49 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ആൻസർ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. 50 ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് തലശ്ശേരി. ഇനി നമ്മൾ SCERT സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ പാഠം ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആദ്യത്തെ ഫാക്റ്റ്, ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. ഇനി ഭരണഘടനയുടെ മുൻഗാമികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 1792 മുതൽ 1750 വരെയായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഇപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്ന് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഹമ്മുറാബി പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു. മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. മാഗ്ന കാർട്ട 1215 ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. അതിനെതിരെ ജനങ്ങൾ ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടാണ് മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നത്. മഹത്തായ വിപ്ലവം. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ലോകത്തിന് നൽകിയ വിപ്ലവമാണ് 1789 നടന്നത്. ഇപ്പോൾ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായതാണ് ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമസംഹിത. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിൽ അതിൻ്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് 1215 മാഗ്ന കാർട്ട. ഭരണഘടനകൾ പലതരമുണ്ട്. ഭരണഘടനകൾ സ്വഭാവം അനുസരിച്ച്, അതേപോലെ മാറ്റം വരുത്താനുള്ള പ്രക്രിയ അനുസരിച്ച്, രൂപം കൊണ്ട രീതിയൊക്കെ അനുസരിച്ച് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വഭാവം അനുസരിച്ച് ലിഖിതവും അലിഖിതവും ഉണ്ട്. അതായത് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും. മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, ചിലതിൽ ഭേദഗതി വരുത്താൻ പറ്റുന്നതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. അങ്ങനെ അതനുസരിച്ചിട്ടാണ് ദൃഢമായത് അയവുള്ളത്.
ഇനി രൂപം കൊണ്ട രീതി, ചിലത് നടപ്പിലാക്കിയതായിരിക്കും, ചിലത് കാലക്രമേണ ഉണ്ടായതായിരിക്കും. അതാണ് പരിണമിച്ചത്. അപ്പം ലിഖിതം അലിഖിതം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. ഉദാഹരണമാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, USA. ഇതൊക്കെ ലിഖിത ഭരണഘടനയാണ്. അലിഖിതം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന. എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. അതൊക്കെ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ദൃഢമായത്, മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടികൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടന. അതായത് ഭേദഗതി വരുത്താൻ കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ളത്. എക്സാമ്പിളാണ് USA-യുടേതും ഓസ്ട്രേലിയയുടേതും ദൃഢമായ ഭരണഘടന. അയവുള്ളത്, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടന. എക്സാമ്പിൾ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. നടപ്പിലാക്കിയത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നടപ്പിലാക്കിയ ഭരണഘടന. എക്സാമ്പിൾ അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ. പരിണമിച്ചത്, ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന. കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡ. അപ്പം ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. അലിഖിതം ബ്രിട്ടൻ, ന്യൂസിലാൻഡ്. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ദൃഢമായത് എക്സാമ്പിൾ USA, ഓസ്ട്രേലിയ. അയവുള്ളത് എക്സാമ്പിൾ UK, ന്യൂസിലാൻഡ്. നടപ്പിലാക്കിയതിന് എക്സാമ്പിളാണ് USA, ഇന്ത്യ. പരിണമിച്ചതിന് എക്സാമ്പിളാണ് UK, കാനഡ. ഇനി ഭരണഘടനയ്ക്ക് വേണ്ട അവശ്യ ഗുണങ്ങൾ: സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. ഇതൊക്കെയാണ് ഭരണഘടനയ്ക്ക് വേണ്ട അവശ്യ ഗുണങ്ങൾ. സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. സമഗ്രത എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. സംക്ഷിപ്തത എന്ന് പറഞ്ഞാൽ അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. വ്യക്തത, ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മകത, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം. അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. ഇതൊക്കെയാണ് ഭരണഘടനയ്ക്ക് വേണ്ട അവശ്യ ഗുണങ്ങൾ.